ഉത്തമൻ ആ പഴയ ഉത്തമൻ തന്നെ. ഒരിക്കൽ കൂടി അതായത് ഉത്തമ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു കരയുടെ കഥ പറയാം, ഒരു വീരന്റെ കഥ പറയാം. അങ്ങിങ്ങായി നാട്ടിയ മഞ്ഞക്കുറ്റികൾ ടാർപ്പയിട്ട് മറച്ച് അഭിമാനപൂർവ്വം തൃക്കാക്കരയിൽ വീശിയടിച്ച കൊടുങ്കാറ്റ് ഇവിടെ. ഇല്ലാത്ത റണ്ണിനായി ഓടി റണ്ണൌട്ടായ വീരസാഹസികൻ ഇവിടെ. പാർട്ടി ശാപ ദുരിതം തീർക്കാൻ വന്ന് പാർട്ടിയെ തോൽപ്പിച്ച മഹാമാന്ത്രികൻ ഇവിടെ. പിഴക്കാത്ത ചുവടുകളുമായി അവൻ ഈ ഗ്രൗണ്ടിലേക്ക് നടന്നു വന്നത് ഒരു വെറും വരവായിരുന്നില്ല. അവന്റെ കണ്ണുകളിൽ എന്തോ തീഷ്ണതയോടെ കത്തുന്നുണ്ടായിരുന്നു. അവന്റെ തള്ളുകളിൽ സൂചി മുനയുടെ മൂർച്ച. സിക്സർ അടിച്ച് സെഞ്ചുറി തികയ്ക്കണമെന്ന നിസ്സാര മോഹവുമായി വന്ന് ഗോൾഡൻ ഡക്കിന്റെ റൺമലയും താങ്ങി വീരോചിതമായി തിരികെ പോകുമ്പോഴും അയാൾക്ക് പറയാനുള്ള തള്ളുകൾ പാർട്ടി കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു തോൽവി കൊണ്ടൊന്നും ഈ പാർട്ടി നമുക്ക് പുറകോട്ട് പോകുമോ? ഇല്ല. പരാജയത്തെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു, ജനഹിതത്തെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു. കാരണങ്ങൾ നമുക്ക് വിലയിരുത്താൻ ഇനിയും സമയമുണ്ടല്ലോ. മൈക്ക് കാണുമ്പോൾ സ്ഥിരമായി ഓടിയെത്തി നേതാവിന്റെ വാക്കുകൾ കേട്ട് കിളി പറന്ന് നിൽക്കുന്ന സഹ അണികളുടെ കണ്ണുകളിലും ഇത്തവണ ആനന്ദാശ്രുക്കൾ പൊഴിയുന്നുണ്ടായിരുന്നു. ഇതേസമയം ഇലക്ഷൻ സ്കോർ ബോർഡിൽ ഒന്നെന്ന് എഴുതി കാണിക്കുന്നതും കാത്ത് തിരഞ്ഞെടുപ്പുകൾ മുഴുവൻ കയറി ഇറങ്ങി കിട്ടുന്ന പൂജ്യങ്ങൾ കൊണ്ട് സാമ്രാജ്യം പടുത്തുയർത്തിയ BJP അണികളും ഇലക്ഷന് മുമ്പ് നടത്തിയ തള്ളുകൾ മറന്ന് ആശ്വാസ തള്ളുമായി രംഗത്ത് വന്നിരുന്നു. ഞങ്ങളെ സംബന്ധിച്ച് തോൽവി വന്നൊരു വലിയ പ്രശ്നമുള്ള കാര്യങ്ങളാണ്. ഞങ്ങൾക്ക് ഇതൊക്കെ ശീലമുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിന്റെ ഞങ്ങൾ പരിശോധിക്കും, എന്താണ് പോരായ്മ എന്ന് പരിശോധിക്കും. മറ്റൊരു വശത്ത് ഭൂപടത്തിൽ നിന്ന് മാഞ്ഞു പോകുമോ എന്ന കൺഫ്യൂഷൻ അടിച്ചിരുന്ന പാർട്ടിയുടെ അണികൾ ചാടി എഴുന്നേറ്റ് കലൂർ സ്റ്റേഡിയം ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടിയതൊന്നും വെറുതെ ആയില്ല. ശരിക്കുള്ള മത്സരം ആരൊക്കെ തമ്മിലായിരുന്നു എന്ന് ഇടയ്ക്ക് ഉമേച്ചി തന്നെ പറയുന്നുമുണ്ടായിരുന്നു. ഇത് ഉമാ തോമസും ജോ ജോസഫും തമ്മിലുള്ള മത്സരമായിരുന്നില്ല. ഇത് പിണറായിയും കൂട്ടരും ഞങ്ങൾക്കെതിരെ UDF-നെതിരെ നടത്തിയ ഒരു പോരാട്ടമായിരുന്നു. എന്തോ എങ്ങനെ തെരഞ്ഞെടുപ്പ് ഫലത്തിന് തൊട്ടു മുൻപ് വരെ ആഞ്ഞു തള്ളിയ നടക്കാത്ത സ്വപ്നങ്ങൾ ഫലം വന്ന ശേഷം പാർട്ടിക്കാരെ തിരിച്ചടിക്കുന്ന ഈ വേളയിൽ പാർട്ടിക്കാരുടെ മികച്ച തള്ളുകളുടെ ഒരു താത്വികമായ അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രിയമുള്ളവരെ, നമസ്കാരം. ഞാൻ ഇന്ന് തൃക്കാക്കരയുടെ ഒരു വെർച്വൽ സ്പേസിൽ നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. പറയുന്നതാകട്ടെ വല്ലാത്തൊരു പൊട്ടലായി പോയി എന്ന രചനയിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഏതാനും ചില സന്ദർഭങ്ങൾ. ഇനി തിരഞ്ഞെടുപ്പ് പൊട്ടാൻ കാരണമായ മെയിൻ ഉഡായിപ്പിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇതാ കേരയിൽ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു. അയ്യോ വേണ്ട. ഈ കേരയിൽ മൂലം തൃക്കാക്കരയ്ക്കുണ്ടാകുന്ന ഭാവി വികസന കുതിപ്പ് എനിക്ക് ഇപ്പോഴേ സ്വപ്നം കാണാൻ സാധിക്കും. ആ വികസന കുതിപ്പ് ഒരു തവണ കണ്ടതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ലല്ലോ എന്റെ ശാസ്ത്രജ്ഞ. തൃക്കാക്കര പിടിക്കാൻ തോണിയും തൊഴിഞ്ഞെത്തിയ ക്യാപ്റ്റനും കൂട്ടരും കര എത്തുന്നതിന് മുൻപ് തന്നെ റിട്ടേൺ ടിക്കറ്റിൽ തിരികെ പോയിരുന്നു. ജനവിധി അറിഞ്ഞ സന്തോഷത്തിൽ CPM കമ്മിറ്റി ഓഫീസിൽ ആറാടിയിരുന്ന CPM അണികളെ ആവേശത്തിലാഴ്ത്തി പെട്ടെന്ന് ഇവിടെ നിന്നോ ഒരു വിലാപഗാന ശബ്ദം. അയ്യോ, ആ പാട്ടല്ല, ദേ ഈ പാട്ട്. അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ടാ പോരണ്ടാത്, ഇങ്ങട് പോരണ്ടാ പോരണ്ടാത്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ചേച്ചി? അത് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചേച്ചിക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്. ഉദ്ദേശം എന്തായിരുന്നു എന്ന് വീട്ടുപേർ ചോദിച്ചാലും ഹൃദയപക്ഷം എന്ന് പറയുന്ന ഡോക്ടർ തന്നെ പറയും. പിണറായി 2-ന്റെ സെഞ്ചുറി ആണെങ്കിൽ 100% അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞല്ലോ, സർക്കാർ സെഞ്ചുറി അടിച്ചല്ലോ. കിട്ടിയ സെഞ്ചുറി സിംഗിൾ എടുത്തിട്ടാണോ അതോ സിക്സർ തന്നെ അടിച്ചിട്ടാണോ നേടിയെടുത്തത് ഡോക്ടറെ? നമ്മൾ വെറും ഒറ്റ റൺ എടുത്തായിരിക്കില്ല, 6 എടുത്തായിരിക്കും. അങ്ങനെ മിഡ് വിക്കറ്റിന് മുകളിലൂടെ ഡോക്ടർ അടിച്ച സിക്സർ ബൗണ്ടറി ലൈനിന് മുൻപിൽ നിന്ന് മഞ്ഞക്കുറ്റിയിൽ തട്ടി തിരിച്ചു വന്നതോടെ നേരിട്ട് സഭയിലേക്ക് പ്രവേശിക്കാനുള്ള ഭാഗ്യം ഡോക്ടർക്കും ഉണ്ടായി. ഏത് സഭയിലേക്കാണെന്ന് ക്യാപ്റ്റൻ മുമ്പൊരിക്കൽ വിശദമാക്കിയതാണ്. ഞാനും പറയുന്നു, സഭയുടെ പ്രതിനിധി തന്നെയാണ്. ഏത് സഭ? നിങ്ങൾ ഇവിടുന്ന് തെരഞ്ഞെടുത്ത് അയക്കുന്ന നിയമസഭ. പക്ഷെ ഇലക്ഷൻ കഴിഞ്ഞ് a few moments laterന് ശേഷം
സഖാവിനോട് ചോദിച്ചപ്പോൾ അടിയന്തരമായി പൊളിയാനുള്ള ഏതോ പാലത്തിന്റെ ഉദ്ഘാടനം നടത്താനുണ്ട് എന്ന മട്ടിലായിരുന്നു സഖാവിന്റെ പ്രതികരണം. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. പാലം പൊളിയുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. സാക്ഷാൽ കൂളിവാട് റിയാസും പൊളിയാൻ പോകുന്ന പുതിയ പാലത്തിനെ തള്ളി നിർത്താൻ ഇടയ്ക്കൊന്നും ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ കേരളത്തിലെ 140 മണ്ഡലത്തിലും നമുക്ക് സ്ഥാനാർത്ഥിയാക്കി നിർത്താൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഈ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം പ്രതിസന്ധി ഘട്ടങ്ങളിൽ കേരളത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിച്ച ആരോഗ്യ പ്രവർത്തകരുടെ പ്രതീകമാണ് അദ്ദേഹം. പക്ഷെ പൊളിഞ്ഞ ശേഷം സ്ഥിരമായി പറയാറുള്ള അതേ ഡയലോഗ് പറഞ്ഞുകൊണ്ട് തന്നെ മരുമകൻ ഒരിക്കൽ കൂടി മാതൃകയുമായി. തെരഞ്ഞെടുപ്പിൽ നടത്തിയൊരു പ്രവർത്തനത്തിനനുസരിച്ചുള്ള വോട്ട് വർധനവോട് ഉണ്ടായിട്ടില്ല, അതൊരു വസ്തുതയാണ്. ഈ വോട്ട് വർധനവല്ല ഉണ്ടാവേണ്ടത്, ഇതിനേക്കാളേറെ വോട്ട് വർധനമായിരുന്നു ഉണ്ടാവേണ്ടത്. അത് ഞങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കും. കോൺഗ്രസിൽ സ്വന്തം പാർട്ടി ഏതാണെന്ന് കൺഫ്യൂഷനിൽ നിന്നിരുന്ന തോമസ് മാഷിനെ തേരിറക്കി CPM കളിച്ചപ്പോൾ ശ്രീമാൻ പൂഞ്ഞാർ സിംഹത്തെ ഇറക്കി ചെക്ക് വെച്ച BJPയും തോൽവിയുടെ ആഘാതം നന്നായി കൂട്ടിയിരുന്നു. തിരഞ്ഞെടുപ്പ് ഫലത്തിന് മുൻപ് വരെ എന്നും തള്ളി ജയിച്ചു നിൽക്കുന്നത് കൊണ്ടാകണം ഇത്തവണ ബൻവർ സിംഗ് ഷെഖാവത്തിനെയൊക്കെ BJP മുൻനിരയിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. വളരെ അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് മണ്ഡലത്തിലുടനീളം. നിഷ്പക്ഷമതികളായിട്ടുള്ള വോട്ടർമാർ മുഴുവൻ NDAക്ക് അനുകൂലമാണ്. പാർട്ടിയില്ലേ പുഷ്പ? കേട്ടല്ലോ, ഇത് BJP ആടാ, അങ്ങനെയൊന്നും താഴത്തില്ലടാ. അല്ലേ സുരേട്ടാ? ഇപ്പോൾ ഫലമൊക്കെ വന്നല്ലോ, ഇനി അല്പം ഒന്ന് താഴ്ന്നൂടെ? തീർച്ചയായിട്ടും ഞങ്ങളെ വളരെ ദുർബലമായിട്ടുള്ള ഒരു മണ്ഡലമായിരുന്നു. ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തി. ഞങ്ങളുടെ വോട്ടിന്റെ തലശ്ശേരി നിലനിർത്താൻ ഏതാണ്ട് ഞങ്ങൾക്ക് സാധിച്ചു. എന്നിട്ട് മൂന്നാം കക്ഷിക്ക് എപ്പോഴും ഉപതെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അത്ര പരിഗണനയെ നൽകാറുള്ളൂ. അത് നമ്മുടെ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രമാണ്. സത്യമാണോ ഈ പറയുന്നത്? സത്യം. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? പതിവ് പോലെ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ബോധ്യപ്പെടുമെന്ന് മുൻകൂട്ടി ഓർമ്മിപ്പിച്ചിരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ശോഭിച്ച് പറയാറുള്ള പ്രബുദ്ധരായ കേരള ജനത വിശ്വസിക്കാനേ തരമുള്ളൂ. BJPയുടെ രക്ഷകനായി JCBയിൽ തൃക്കാക്കര കയറിയ PC-യുടെ ദീർഘവീക്ഷണവും ഓൾ കേരള സീറോ കളക്ഷൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷന് ഗുണം ചെയ്തു എന്ന് തന്നെ പറയാം. 2 സ്ഥാനാർത്ഥികളും കിട്ടുന്നതിനേക്കായി ഒരു വോട്ട് കൂടുതൽ അക്കൗണ്ടിലുണ്ടായിരുന്ന 2000 വോട്ട് പകരം കൊടുത്ത് PC വാങ്ങിയ കൂടുതലുള്ള ആ സ്വന്തം വോട്ട് BJPക്ക് എന്നും ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. ഖജനാവിന്റെ താക്കോൽ സർക്കാരിന്റെ കയ്യിലായതുകൊണ്ട് തൃക്കാക്കര പിടിക്കാൻ കെട്ടിവെച്ച പണത്തിൽ ദുഃഖിക്കേണ്ട കാര്യമില്ല. പക്ഷെ കാലാവസ്ഥയുമായി മുൻപ് തന്നെ യോജിച്ചു പോകാൻ ശീലിച്ചതുകൊണ്ട് BJPക്കും ആശ്വസിക്കാൻ വകയുണ്ട്. ഭിത്തിയിൽ ലയിച്ചു ചേർന്ന അല്പം പെയിന്റ് കാശിന്റെ നഷ്ടത്തിലും നാണക്കേടിൽ നിന്ന് രക്ഷപ്പെട്ട് ചുവരെഴുത്ത സഖാവ് അരുണേട്ടനെ സ്മരിച്ചുകൊണ്ട് ഈ അധ്യായം പരിസമാപ്തിയിലേക്ക് കടക്കുകയാണ്. എന്തോ പൊട്ടിത്തെറിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന 2 അജ്ഞാത വഴിപോക്കർക്ക് മുമ്പിൽ പെട്ടെന്ന് തന്നെ ഓലപ്പടക്കം പൊട്ടുന്ന ലാഘവത്തിൽ അപ്രതീക്ഷിതമായി എന്തോ പൊട്ടിത്തെറിക്കുന്നു. സംഭവം വല്ല കോയിൻസിഡൻസും ആകാനേ സാധ്യതയുള്ളൂ. സ്ഫോടനം നടന്നാൽ ഓടണം എന്നാണല്ലോ. പിന്നീടുള്ള വഴിപോക്കറുടെ ഓട്ടം കണ്ടാൽ ഓടാൻ വേണ്ടി ട്രാക്കിൽ റെഡിയായി നിൽക്കുന്ന പോലെയേ തോന്നും. അവിടം കൊണ്ടൊന്നും കോയിൻസിഡൻസ് അവസാനിക്കുന്നില്ലല്ലോ. എന്നെ പിടിക്കൂ എന്ന് പറഞ്ഞ് പീട്ടി കൊടുക്കാൻ ഓടുന്ന വഴിപോക്കൻസിനെ പിടിക്കാൻ റെഡിയായി നിന്ന പോലെ നാട്ടുകാരും ഓടി വരുന്നുണ്ട്. അജ്ഞാതരെ പിടിക്കാൻ നാട്ടുകാർ ഓടിക്കൂടിയതോടെ പണിയെടുക്കാതെ ജീവിക്കാൻ PhD എടുത്ത ഓർമ്മകളുമായി വിറക്കി എവിടെയോ വിശ്രമ ജീവിതം നയിച്ചിരുന്ന യൂണിയൻകാരും ഫ്രെയിമിനുള്ളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അതിസാഹസികമായ കൃത്യനിർവഹണം നടക്കുന്നത് കൊണ്ടാകണം തൊട്ടടുത്ത് നിന്ന് ദീർഘവീക്ഷണം നടത്തുന്ന പോലീസുകാരനെ ആർക്കും വലിയ മൈൻഡ് ഒന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തള്ളിനുള്ളിലേക്ക് ചാടിക്കയറി തിരിച്ചിറങ്ങിയ ചേട്ടൻ അല്പം സൈഡിലേക്ക് മാറി ഒരു കാര്യവുമില്ലാതെ കുഴഞ്ഞു വീണുകൊണ്ട് സംഘടനത്തിൽ മാതൃകയായി. മരിച്ചു വീഴുന്നു. ഇതേ സമയം വഴിപോക്കരെ പിടിക്കാൻ ഓടിയെത്തിയ യുവാവിനെ യൂണിയൻകാർ പൊക്കിയെടുത്ത് വായുവിൽ നിർത്തുകയും ചെയ്തു.
ശേഷം വെറുതെ കുഴഞ്ഞു വീണതിനെ തുടർന്ന് രക്തത്തിൽ കുളിച്ചു കിടക്കേണ്ടി വന്ന ചേട്ടന് കമ്പനി കൊടുക്കാൻ വേണ്ടി യുവാവും ഒപ്പം കിടന്നതോടെ ഇതെന്താ നോളന്റെ പടത്തിലെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണോ എന്ന് ആരെങ്കിലും ചിന്തിച്ചുവെങ്കിൽ തെറ്റു പറയാനാകില്ല. അത്യാവശ്യം ട്രാഫിക് ബ്ലോക്കും ജനപരിഭ്രാന്തിയും ഉണ്ടായി എന്ന് ഉറപ്പായതോടെ ഇതുവരെ റോഡിൽ കിടന്ന് വിശ്രമിച്ചവർക്ക് വേണ്ടി ഫയർഫോഴ്സും അജ്ഞാത സ്ഫോടകർക്കുള്ള പോലീസ് ജീപ്പും സ്പോട്ടിലെത്തിച്ചേർന്നു. ശേഷം പട്ടിണിക്കിട്ട് കൊല്ലാൻ നോക്കിയ ഏതോ പോലീസ് നായയും എന്തിനോ വേണ്ടി തിളക്കിയത് സാമ്പാർ എന്ന പോലെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. റബ്ബർ വെട്ടി പാൽ ഒഴുകണ പോലല്ലേ ചോര ഒഴുകണത്. എടുത്തോ എടുക്കടോ. എല്ലാത്തിനും ഒടുവിൽ കഥയിലെ ട്വിസ്റ്റ് വെളിപ്പെടുത്താൻ എത്തിയ പോലീസ് ഏമാന്റെ വാക്കുകൾ ഇങ്ങനായി. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക അടിയന്തരാവസ്ഥകൾ ഈ ഏതെങ്കിലും രീതിയിലുള്ള സംഘർഷങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഫയർഫോഴ്സ്, അതുപോലെ തന്നെ ആംബുലൻസ്, പോലീസ്, ബോംബ് സ്ക്വാഡ് അങ്ങനെ വിവിധ വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മോക്ക് ഡ്രില്ലാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇത്രയും ആളുകളെ പരിഭ്രാന്തിയിലാക്കി വിപ്ലവ ട്രാഫിക് ബ്ലോക്കും സൃഷ്ടിച്ച് നടത്തിയ ഓസ്കാർ അഭിനയ മുഹൂർത്തങ്ങൾ കൊണ്ട് കവി ഉദ്ദേശിച്ചത് മോക്ക് ഡ്രിൽ ആയിരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ സാധാരണക്കാർ പോലീസിനെ നന്നേ സ്മരിച്ചു കാണണം. ഇനിയിപ്പോൾ ശരിക്കും പുലി വരുമ്പോഴും മോക്ക് ഡ്രിൽ ആണെന്ന് കരുതി ആശ്വസിക്കുന്നത് കണ്ടു തന്നെ അറിയാം. കേരളത്തിന്റെ റോഡുകളിലെ തനത് കുഴികളുടെ ഗുണനിലവാരം പഠനവിധേയമാക്കി 2 റീത്തും പാരിതോഷികം പ്രഖ്യാപിച്ച് നടു റോട്ടിലൂടെ റൈഡർമാർ സംഘടിപ്പിക്കുന്ന കൂട്ടയോട്ട മത്സരങ്ങൾ എതിരെ വരുന്ന സാധാരണക്കാർക്ക് എന്നും ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. കാലൻ അവധിയിലായതുകൊണ്ട് റിട്ടയർ ആകാതെ ഫീൽഡിൽ പിടിച്ചു നിൽക്കുന്നവരും റൈഡർ ഡിപ്പാർട്ട്മെന്റിലുണ്ട്. ഹെലികോപ്റ്റർ പറത്തേണ്ടവർക്കൊക്കെ ബൈക്ക് കൊടുത്താൽ ചെറുതായി ഒന്ന് പറപ്പിച്ചു നോക്കാൻ തോന്നുന്നതൊക്കെ സ്വാഭാവികം. ശേഷം പറപ്പിക്കുന്ന വീഡിയോ ഒന്ന് സ്ലോ മോഷനിലാക്കി ഒരു BGM തിരികെ കയറ്റി റീൽസ് ആക്കി പോസ്റ്റുമ്പോൾ കിട്ടുന്ന ഫീൽ അത് വേറെ തന്നെയാ. പോട്ടെ വാരരെ, അങ്ങനെ നഷ്ടപ്പെട്ടത് എന്തെല്ലാം ഉണ്ട്. അങ്ങനെ ഒരു 3 കൊല്ലം കൂടി നടക്കും, പിന്നെ കിടക്കും. ഇതാണ് എന്റെ ഹാപ്പിനെസ്. അമ്മേന്ന് ശരിക്കും വിളിച്ചു. ഇതേ സമയം റൈഡിങ്ങിന്റെ നൂതന ആശയധാരയുമായി കട്ടപ്പനയിലെ സൈക്കിൾ ജാക്സനും കൂട്ടരും ഒരുക്കിയ മത്സര ഓട്ട സംരംഭം ഇന്ന് ജനഹൃദയങ്ങൾ കീഴടക്കി മുന്നേറുകയാണ്. ഈ പ്രാക്കൊണ്ടൊന്നും ഞാൻ വിടൂല. കൊല്ലം കുറേട്ടാ. ദൂരെ നിന്നും പറന്നു വരുന്ന ഒരു പറ്റം ബൈക്കുകളെ ഉരുണ്ടു തോൽപ്പിക്കുന്ന അവരാണ് നമ്മുടെ കഥയിലെ നായകൻ. എതിരെ വരുന്ന വാഹനങ്ങളോടുള്ള പ്രത്യേക ബഹുമാനം കണക്കിലെടുത്ത് വഴിയിൽ കണ്ട ട്രാൻസ്ഫോമറിലേക്ക് വാഹനം കയറ്റി പാർക്ക് ചെയ്യാൻ യുവാവ് കാണിച്ച സാഹസിക പ്രവർത്തനം തികച്ചും കൈയടി അർഹിക്കുന്നു. ഇതിന്റെ കോൺഫിഡൻസ് അല്ല, അഹങ്കാരം. സർവോപരി ബാസ്കറ്റ്ബോൾ പ്രേമിയായ യുവാവ് ഒരു നിമിഷം ബൈക്കിനെ ബാസ്കറ്റ് ബൈക്കാക്കി സങ്കല്പിച്ചതിനെയും പറന്നു വന്ന സ്പീഡിനെ അപമാനിക്കുന്ന രീതിയിൽ ഉരുണ്ടു പോകുന്ന യുവാവിനെ നോക്കി ഇവനെ റബ്ബർ കൊണ്ട് നിർമ്മിച്ചതാണോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരെയും തെറ്റു പറയാനാകില്ല. സാധാരണ അപകടം നടന്നാൽ ആദ്യം ബൈക്കിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന മലയാളികൾ ആളപായം ഇല്ലാത്തത് കൊണ്ടാകണം അവിടെ റൈഡറിനെ രക്ഷിക്കാൻ ഓടിയെത്തുന്നൊക്കെയുണ്ട്. എനിക്ക് മുട്ടം പണി കിട്ടും. ബൈക്ക് കൃത്യമായി ബാസ്കറ്റിൽ വീണു എന്ന് ഉറപ്പുവരുത്തിയ റൈഡർ സാഹസിക യാത്രകന്റെ ബൈക്കിൽ കയറി സ്ഥലം വിടുകയും ചെയ്തു. ശേഷം ഒരു യുവാവ് കഷ്ടപ്പെട്ട് ബാസ്കറ്റ് ചെയ്ത ബൈക്കാണെന്ന് പോലും നോക്കാതെ JCB ഡിപ്പാർട്ട്മെന്റ് ബൈക്കിനെ അതിസാഹസികമായി തന്നെ പുറത്തെടുത്തു. ഒരു ബാസ്കറ്റ്ബോൾ പ്രേമിയുടെ വീരോചിതമായ സാഹസത്തെ തുടർന്ന്
കൂടെ അകമ്പടിയായി എത്തിയ മത്സരാർത്ഥികൾക്കെതിരെയും കേസ് എടുത്തുകൊണ്ട് MVDയും മാതൃകയായി. ജനസംഖ്യ കുറയ്ക്കാനുള്ള മാർഗവുമായി കേരളത്തിലെ റോഡുകളിൽ തന്നെ ഇത്തരം മഹത് സംരംഭങ്ങൾ നടത്തുന്ന റൈഡർമാരുടെ ധൈര്യം എന്നും പ്രശംസനീയം തന്നെയാണ്. വിജനമായ ജനപാത, അതാ അവിടേക്കൊരു വണ്ടി പ്രത്യക്ഷപ്പെടുകയാണ്. തീരാ നഷ്ടങ്ങളുടെ ഓർമ്മകളും അയവിറക്കി പാഞ്ഞു വരുന്ന ആനവണ്ടിയിൽ നിന്നും വഴിയോരത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനത്തെ ലക്ഷ്യമാക്കി തോരണങ്ങൾ പറന്നു വീഴുകയാണ് സുഹൃത്തുക്കളെ. പക്ഷേ തോരണങ്ങൾ വീഴുന്നത് കണ്ട നാട്ടുകാർ ഇത് എന്ത് ഭാവിച്ചാണോ അവിടേക്ക് ഓടിക്കൂടുന്നത്? ഇനി കണ്ടക്ടറുടെ ബാഗിൽ നിന്ന് പറന്നു വീണ 15,000 രൂപയുടെ നോട്ടുകളാണോ തോരണങ്ങൾ പോലെ ഭൂമിയിലേക്ക് പതിച്ചതെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. കയ്യിലിരുന്ന ബാഗിൽ നിന്നും ഇത്രയും രൂപ പറന്നു പോയിട്ടും മൈൻഡ് ചെയ്യാത്ത കണ്ടക്ടറുടെ മഹാമനസ്കത ഒരു പക്ഷേ KSRTCയുടെ നഷ്ടത്തിന്റെ ബാലൻസ് ഷീറ്റ് ടാലിയാകാൻ പോകുന്നില്ല എന്ന ഉറപ്പുകൊണ്ടാകണം. കണ്ടക്ടറുടെ ധനസഹായം നഷ്ടപ്പെട്ടു പോകരുതല്ലോ എന്ന് കരുതി ഓടി വന്ന കളക്ഷൻ എടുക്കുന്ന സേട്ടന്മാരെ കണ്ട് വഴിയിൽ പോയ യാത്രക്കാരും അവരാലാകുന്ന പിന്തുണ നൽകി. ആ 10 രൂപ നോട്ടുകളോട് മാറി നിൽക്കാൻ പറയൂ എന്ന് പറഞ്ഞ് വലിയ നോട്ടുകൾ തിരഞ്ഞു പിടിക്കുന്ന മലയാളികളെ കണ്ട് നന്മയുള്ള ലോകമേ എന്ന് പാടാൻ CCTVക്ക് ആകില്ലല്ലോ. അതുകൊണ്ട് തന്നെ മിണ്ടാതിരുന്ന കാഴ്ച ക്യാമറ കണ്ണുകളിലൂടെ ഒപ്പിയെടുക്കാൻ CCTVയും ശ്രദ്ധിച്ചിരുന്നു. റോഡിന് നടുവിൽ നടത്തിയ നോട്ട് പെറുക്കൽ മത്സരത്തിൽ ആദ്യം മുതൽ സജീവ സാന്നിധ്യമായിരുന്ന ചേട്ടൻ ഇടയ്ക്ക് കിട്ടിയ കളക്ഷൻ ഓർഡറിലാക്കാൻ ശ്രമിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പോകുന്നു. ബൈ ബൈ. വഴിയിൽ വീണ പൊതുമുതലിൽ തനിക്കും അവകാശമുണ്ട് എന്ന ബോധ്യത്തിൽ വണ്ടി നിർത്തി നോട്ട് വാരിയ ചേട്ടനും മത്സരത്തിൽ നിർണായക പ്രകടനം കാഴ്ചവെച്ചു. വലിയ നോട്ടുകളുടെ എണ്ണം കുറഞ്ഞതിനെ തുടർന്ന് സ്ഥലം കാലിയാക്കിയ മത്സരത്തിലെ വിജയികൾ മലയാളി പൊളിയാണ് എന്ന ആശയധാരയ്ക്ക് അടിവരയിടുകയായിരുന്നു. ശേഷം മത്സരം വൈകിയെറിഞ്ഞ് സ്പോട്ടിലെത്തിയവർക്ക് നിരാശയായിരുന്നു വിധി. എന്തായാലും പൂട്ടാനിരുന്ന KSRTCയുടെ തലയിൽ എന്തോ കാര്യമായിട്ട് വീണ അവസ്ഥയായി. അതായത് ഉത്തമ അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി.